ഹായ് ഫ്രണ്ട്സ്, A2Z ഫാരിസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പിയാണ് ചിക്കൻ തോരൻ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടേബിൾ സ്പൂണ് അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ. അതിലേക്ക് നമുക്ക് ചെറുനാരങ്ങൻ്റെ നീരും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ചിക്കൻ നമുക്കൊന്ന് 15 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ തോരന് വേണ്ടിയിട്ട് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിന് ഞാനിവിടെ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ പെരിഞ്ചീരകവും, 2 ഉണക്കമുളക്, കുറച്ച് കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ തേങ്ങ, 1 പച്ചമുളക്. ഇതൊക്കെ കൂടിയിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. ചെറിയുള്ളി നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ചെറിയുള്ളി എടുക്കുക, അതില്ലെങ്കിൽ ഒരു കഷ്ണം സവാള എടുക്കുക. ചെറിയുള്ളി ഉണ്ടെങ്കിൽ അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഈ ഒരു കൂട്ടിലേക്ക് നമുക്കൊരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് ചതച്ചെടുക്കാം. അതെനിക്ക് കാണിക്കാൻ വിട്ടുപോയതാണ്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചിക്കൻ ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിത് ഡീപ്പ് ഫ്രൈ ആയിട്ടാണ് എടുക്കേണ്ടത്. എല്ലാ ചിക്കനും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മറ്റേ സൈഡും കൂടി ആക്കിയിട്ട് നമുക്കൊന്ന് എടുക്കാം. ഇപ്പോൾ 2 സൈഡും നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷനും കൂടി സെലക്ട് ചെയ്യുക. ഇപ്പോൾ എല്ലാ ചിക്കനും പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതേ എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു 2 പച്ചമുളകും കൂടിയിട്ട് നമുക്ക് കീറിയിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ചിക്കൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൽ നിന്ന് എല്ലാ ഓയിലും മാറ്റിയിട്ടുണ്ട്. എൻ്റെ 1 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രം ഇതിൽ ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ഓയിലും ഞാൻ മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ തേങ്ങയും ഉള്ളിയിലുള്ള ഇതിൻ്റെ മിക്സാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. നന്ന വറവ് പോലെ ആവണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അതിലേക്ക് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കറിവേപ്പില ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് 2 മിനിറ്റ് നമുക്കിതൊന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ആ തേങ്ങൻ്റെ എല്ലാം കൂട്ട് നല്ലോണം ചിക്കനിലെല്ലാം പിടിച്ചിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ഒരു ചിക്കൻ തോരൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.